നേരത്തെ ഉണരുന്നു, ആക്രമണ സന്നദ്ധനാവുന്നു, ബന്ധുക്കൾക്ക് പങ്കിട്ട് കൊടുക്കുന്നു, ഒറ്റയ്ക്ക് മുന്നേറി ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെ 4 കാര്യങ്ങൾ കോഴികളിൽ നിന്ന് പഠിക്കാം. ഇവിടെ പൂവൻ കോഴി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോഴി അലാറം എന്ന് പറയാറുണ്ട്. താക്കോൽ കൊടുക്കാതെ വിധേയത്തിൽ തന്നെ മുഴങ്ങും. വലിയോരാറാം എന്ന പ്രശസ്തമായ കവിത തന്നെയുണ്ട്. പണ്ടൊക്കെ വീട്ടുകാരെ വെളുപ്പിനെ കൂവിയുമുണർത്തുന്നത് കോഴികളായിരുന്നു. അതിരാവിലെ ഉണർന്ന് കാര്യങ്ങൾ ഏർപ്പെടുവാനുള്ള ഉത്സാഹം. സ്വയം ഉണരുക മാത്രമല്ല, എല്ലാവരെയും ഉണർത്തുക കൂടി ചെയ്യുന്നു. ഏത് കാര്യങ്ങൾക്കും ഉത്തമ സമയം അതിപ്രഭാതമാണല്ലോ. ബന്ധുക്കൾക്കെല്ലാം പങ്കുവെച്ചു കൊടുക്കുന്നു. ഭക്ഷണം ലഭിച്ചാൽ അവിടെ ചികഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് യഥേഷ്ടം കഴിക്കുവാൻ അവസരമുണ്ടാക്കുന്നു. 3-ാമതായി സ്വയമാക്രമ്യ എന്ന് പറയുന്നു. ശത്രുക്കളിൽ നിന്നും സ്വന്തം സംഘത്തെ രക്ഷിക്കുന്നു. കോഴികളുടെ പരസ്പരമുള്ള പോര് കണ്ടിട്ടില്ലേ? സ്വന്തം ബന്ധുജനങ്ങളെയും കുടുംബാംഗങ്ങളെയും ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ ഏതറ്റം വരെയും പോകണമെന്ന വലിയൊരു കാര്യമാണ് പൂവൻ കോഴി നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പൂവൻ കോഴിയിൽ നിന്ന് പഠിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ഉണരുക, പങ്കിട്ട് കൊടുക്കുക, നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളോട് ഏറ്റുമുട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോഴിയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടു തന്നെ പഠിക്കണം. അതായത് പ്രത്യുദ്ധാനം ച യുദ്ധം ച സംഭാഗം ബിബന്ധുഷു സ്വയമാക്രമ്യ ഭുക്തം ചക്ഷ ചെയ്താ തുരീ കൂടാതോ.